സൗമ്യ പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ കുടുംബാംഗങ്ങളെ നാട്ടുകാരെ ടീച്ചർ അതുപോലെ തന്നെ എൻ്റെ വിശാലം CDS പ്രസിഡന്റ് ശൈലേച്ചി വൈസ് പ്രസിഡന്റ് സഞ്ജേച്ചി അതുപോലെ തന്നെ മെമ്പർ CDS മെമ്പർ റോഷനേച്ചി അതുപോലെ തന്നെ സ്വാഗതം ചേച്ചി ഈ സംരംഭകരായ രജിഷ സൗമ്യ സിൽജ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ 17-ാം വാർഡിലെ കുടുംബശ്രീ 1998 രൂപീകരിച്ച കുടുംബശ്രീ നമ്മുടെ 17 വാർഡിനെ സംബന്ധിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വാർഡാണ് നമ്മുടെ 17-ാം വാർഡ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കുടുംബശ്രീക്ക് വേണ്ടി ഒരുപാട് ഫണ്ടുകൾ തന്നെ വകയിരുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നഗരസഭ ആയാൽ എല്ലാ വർഷവും ഒരുപാട് ഫണ്ടുകൾ നമ്മുടെ കുടുംബശ്രീക്ക് വേണ്ടി വകയിരുത്തുകയും അത് ചെലവഴിക്കുകയും നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുടുംബശ്രീ തന്നെ സംസ്ഥാനത്ത് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീയാണ് നമ്മുടെ കൂത്തുപറമ്പിലെ കുടുംബശ്രീ. അതുപോലെ തന്നെ CDS. അപ്പോൾ പിന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നമ്മുടെ വാർഡിലെ കുടുംബശ്രീയും ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 17-ാം വാർഡിൽ ഇങ്ങനൊരു സംരംഭം തുടങ്ങുന്നത്. അതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റു കുടുംബശ്രീകളും ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങളെല്ലാം നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളും അത് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ എല്ലാം ഇവിടെ സൂചിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാതെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആരാധ്യയായ ചെയർപേഴ്സൺ സുജാത ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പരിശീലന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമേ തന്നെ അറിയിക്കും. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന മനസ്സിലാക്കുന്ന സ്വാഗതമായിട്ടുള്ള ഉഷ അതുപോലെ ചലനം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി കഴിഞ്ഞ 6 മാസത്തിലധികമായി ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ കൂത്തുപറമ്പിലെത്തി എല്ലാ അയൽക്കൂട്ടങ്ങളിലും ഇടപെട്ട് വേണ്ട രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചലനത്തിൻ്റെ നല്ല വിശാലം ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് 24 മണിക്കൂർ എന്ന് പറയാവുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CDS ചെയർപേഴ്സൺ ക്ഷണിക്കാം. അതുപോലെ ഈ ഇന്നത്തെ ഈ നല്ല സംരംഭം ഏറ്റെടുത്തിട്ടുള്ള 3 സൗമ്യ സിൽജ. അപ്പോൾ അവരെ പ്രത്യേകം അഭിനന്ദിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കാം. സ്വന്തമായ സ്ത്രീകളുടെ കയ്യിൽ ഒരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കുടുംബത്തിൽ പോലും അംഗീകാരമുള്ളൂ, അവരുടെ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ സാമ്പത്തികമായിട്ട് വളരുന്നതോടൊപ്പം സ്ത്രീകളുടെ ആത്മവിശ്വാസം വളരും എന്നുള്ളതും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാർഡ് മെമ്പർ ബിജുമോൻ അതുപോലെ തന്നെ വിശാലം റൂഷ്ന ഉഷേച്ചി നമ്മുടെ സംരംഭകർ അതുപോലെ തന്നെ നാട്ടുകാരെ നമ്മളിപ്പോൾ ഇവരുടെ ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് കുടുംബശ്രീയെ സംബന്ധിച്ചിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സംരംഭം എന്ന് പറയുന്നത് ഇവരുടെ മനസ്സിൽ കുറേ കാലങ്ങളായി ഉണ്ടായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് നമ്മളിപ്പോൾ പ്ലാൻ ഫണ്ടിലാണ് ഇതിന് ഒരു സബ്സിഡിയൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഈ പ്ലാൻ ഫണ്ട് കിട്ടുമെന്നോ സബ്സിഡി കിട്ടുമെന്നോ ഒന്നും അറിയാതെയാണ് ഇവർക്കിങ്ങനെ ഒരു മനസ്സിലൊരാഗ്രഹം എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ സഫലീകരണം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന നമ്മുടെ വാർഡ് കൗൺസിലർ, നഗരസഭയുടെ ചെയർമാൻ, അതുപോലെ MDSൻ്റെയും CDSൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ, പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ, സഹോദരന്മാരെ, ഇവിടെ ഇന്നിപ്പോൾ ചലനം മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് മാത്രം വന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനകം ഞാൻ ഈ നഗരസഭയിൽ വന്ന് നഗരസഭയെ പറ്റി പഠിക്കുകയും ഏതെല്ലാം മേഖലകളിൽ നഗരസഭയ്ക്ക് ഒന്നുകൂടി വികസനത്തിൻ്റെ പാതയിലേക്ക് കടക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ കൂടെ നിന്നുകൊണ്ട് കഴിഞ്ഞ 6 മാസം പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നമ്മുടെ 17-ാം വാർഡിൽ 3-4 പരിപാടികളിൽ പങ്കെടുക്കുകയും നമ്മുടെ അയൽക്കൂട്ടത്തിലും ADSലൊക്കെ വരാൻ സാധിച്ചത് മനസ്സിലായൊരു കാര്യം, നഗരസഭയിൽ 28 വാർഡുകളിലെ കുടുംബശ്രീ പ്രവർത്തനത്തിൽ വളരെ മെച്ചമായ ഒരു പ്രവർത്തനം. എല്ലാ വാർഡുകളിലും പ്രവർത്തനങ്ങളുണ്ട്, എങ്കിൽ പോലും ചില വീഴ്ചകളും പോരായ്മകളും ഉണ്ട്. അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വികസനത്തിൻ്റെ പാതയിലേക്ക് എന്തെങ്കിലും ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റിയ കുറേ കുടുംബശ്രീയിലെ അംഗങ്ങളായ സ്ത്രീകളുള്ള ഒരു വാർഡാണ് നമ്മുടെ 17-ാം വാർഡ് മനസ്സിലായിട്ടത്. കാരണം പല നിലപാടുകൾ CDS പറയുമ്പോൾ അത് ഏറ്റെടുക്കുകയും കൃത്യമായ
കാര്യങ്ങളോട് സമയബന്ധിതമായി ഏറ്റെടുക്കാനും നമ്മുടെ 17-ാം വാർഡ് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സംരംഭം തുടങ്ങിയത് 3 കുടുംബശ്രീ അംഗങ്ങളായ സ്ത്രീകൾക്ക് മാത്രമല്ല, അവരുടെ കുടുംബങ്ങളിലേക്ക് ഒരു വരുമാനം കണ്ടെത്തുന്നതോടൊപ്പം പ്രാദേശികമായും നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നും ഇവിടെ വന്ന് കുട്ടികൾക്ക് പഠിക്കാനും അവരുടെ സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കാൻ കാണിച്ചൊരു മനസ്സിന് വളരെ ഒരു അഭിനന്ദനം അർഹിക്കുകയാണ്. അതുപോലെ നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങിയാലും അതിലെല്ലാം എപ്പോഴും മത്സരങ്ങൾ വരും. ഈ മേഖലയിലും തീർച്ചയായും മത്സരങ്ങൾ വരും. കാരണം ഇപ്പോൾ സിനിമാ ഫീൽഡിലൊക്കെ വസ്ത്രങ്ങൾ തയ്ക്കുന്നതും അവർ സിനിമ നടികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ കണ്ടിട്ടാണ് ഫാഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നത്. അപ്പം ആ രീതിയിൽ ഫാഷൻ മാറി വരുമ്പോൾ ആ കാര്യങ്ങളിൽ നിങ്ങളും കൂടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ കഴിവിനെയും നിങ്ങളുടെ അറിവിനെയും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ തുടങ്ങിയ സംരംഭം നമ്മുടെ ഈ നഗരത്തിൻ്റെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു മുഖശ്രീയായി മാറട്ടെ എന്നും ഭാവിയിൽ നിങ്ങൾ മികച്ച കോസ്റ്റ്യൂം ഡിസൈനർമാരും ഒക്കെ ആയിട്ട് മാറാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒരു മെന്റർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ പങ്കെടുക്കുന്ന ഒരു അവസാനത്തെ പരിപാടി ആയിരിക്കാം. അപ്പോൾ നിറഞ്ഞ സന്തോഷമുണ്ട്. കൂത്തുപറമ്പ് വന്നതിന് ശേഷം കൂത്തുപറമ്പിനെ പറ്റി നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു. വളരെ നല്ല ഒരു സമൂഹമുള്ള നല്ല ജനത. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ 6 മാസം കൊണ്ട് അത് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഈ സർവീസിൻ്റെ നാടുകളിൽ എപ്പോഴും സ്നേഹത്തിൻ്റെ എൻ്റെ ഹൃദയത്തിലൊരിടം നൽകിയൊരു സ്ഥലമാണ് എന്നെ സംബന്ധിച്ച് കൂത്തുപറമ്പും നമ്മുടെ ഈ തൃക്കണ്ണാപുരം ADS ഒക്കെ. എന്നും എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. ഇവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. വളരെ മെച്ചപ്പെട്ട രീതിയിൽ പോകാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം. നമ്മൾ ചലനം ക്യാമ്പയിൻ്റെ ഭാഗമായി 6 മാസക്കാലമായി നമ്മുടെ നഗരസഭ CDS നിരവധി പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മൾ 17-ാം വാർഡ് ADS കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയിൽ നല്ലൊരു മാതൃക ADS ഓഫീസും കൂടി ഇവിടെ നമ്മൾ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം പിന്തുണയോടുകൂടി നമ്മളെ ഈ വാർഡിലെ ADS നല്ല ശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഷോപ്പിൻ്റെ ഉദ്ഘാടകനായി എത്തിയ സുജാത ടീച്ചറിൻ്റെ ഷോപ്പിൻ്റെ പേരും ഇതിൻ്റെ പേരും നന്ദി അറിയിക്കാൻ, അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ച ടീച്ചറുടെ CDS ചെയർപേഴ്സൺ ഷൈ ചേച്ചി, മെൻറ്റർ വിശാലും CDS വൈസ് ചെയർപേഴ്സൺ സജിത ചേച്ചി, ADS സെക്രട്ടറി ഉഷേച്ചി, ADS ചെയർപേഴ്സൺ ഉഷേച്ചി, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള നാട്ടുകാർക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ പേരിലും ഷോപ്പിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്.